നമസ്കാരം. നിലവിലെ ഒരു സാഹചര്യത്തിൽ ശശി തരൂരിന് കോൺഗ്രസ് വിടുക എന്നുള്ളതല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. കാരണം പാർട്ടിയിൽ അദ്ദേഹം അത്രയ്ക്ക് അസംതൃപ്തനാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നതും ഇതുതന്നെയാണ്. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമാകുന്നതിനിടയിലാണ് ശശി തരൂരുമായി രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത്. സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ശശി തരൂർ തൃപ്തനല്ല എന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം. തരൂർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ചയ്ക്കിടെ വ്യക്തമാക്കി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കോൺഗ്രസിന്റെ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസ്, NSU എന്നിവയുടെ ചുമതല വേണമെന്നായിരുന്നു തരൂരിന്റെ ആവശ്യം. കൂടാതെ പ്രൊഫഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിലും അദ്ദേഹം പ്രതിഷേധം അറിയിച്ചു. ഇനി ശശി തരൂരിന്റെ പിടിവാശിക്ക് മുന്നിൽ വഴങ്ങേണ്ട എന്നാണ് ദേശീയ നേതൃത്വം ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരുമായി തുടർ ചർച്ചകളില്ല എന്ന സൂചന നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. LDF സർക്കാരിന്റെ വികസന നയത്തെ പുകഴ്ത്തിയതും മോദി പ്രശംസയും കോൺഗ്രസിൽ ഉണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ഈ ചർച്ചയിൽ തരൂർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഒന്നും തന്നെ ഹൈക്കമാൻഡ് അംഗീകരിക്കില്ല എന്നാണ് സൂചനകൾ. പാർട്ടിയിൽ കുറെ കാലമായി തന്നോട് അവഗണനയുണ്ട് എന്നും കൂടിയാലോചന കുറയുന്നുവെന്നും തരൂർ രാഹുൽ ഗാന്ധിയോട് പരാതിപ്പെട്ടിരുന്നു. എന്നാൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സംഘടനാ ചുമതലകളിലേക്ക് തൽക്കാലം തരൂരിനെ പരിഗണിക്കേണ്ടതില്ല എന്നതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. പാർലമെന്റിലും മറ്റ് MP മാർക്ക് നൽകുന്ന പരിഗണന മാത്രമേ നൽകുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ശശി തരൂരിന്റെ തുടർ നീക്കങ്ങളും നിർണായകമായി മാറും. തന്നെ കോൺഗ്രസ് നേതൃത്വം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിലേക്ക് എത്തിയാൽ കടുത്ത നിലപാട് സ്വീകരിക്കേണ്ടി വരുമെന്ന് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയിൽ ശശി തരൂർ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാന കോൺഗ്രസിലും തനിക്കെതിരെ പടയൊരുക്കമുണ്ട് എന്ന് തരൂർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. പാർട്ടി നിലപാടിന് വിരുദ്ധമായ നിലപാടുകൾ എടുത്തു എങ്കിലും തരൂരിനെതിരെ തുടക്കത്തിൽ മൃദു നിലപാടായിരുന്നു ദേശീയ നേതൃത്വം സ്വീകരിച്ചിരുന്നത്. എന്നാൽ നിലപാട് തിരുത്താതെ ഉറച്ചു നിന്ന ശശി തരൂരിനോട് സംസ്ഥാന നേതൃത്വം കടുപ്പിച്ചതോടെയാണ് ഹൈക്കമാൻഡ് ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ നൽകിയ വ്യാജ കണക്കുകൾ ഉദ്ധരിച്ച് ഒരു ലേഖനം തയ്യാറാക്കി എന്ന കുറ്റപത്രവും തരൂരിനുമേൽ ചാർത്തി നൽകി. KPCC അധ്യക്ഷൻ കൂടി നിലപാട് കടുപ്പിച്ചതോടെ തരൂർ ഒറ്റപ്പെടുകയും ഒടുവിൽ രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയുമായിരുന്നു. എന്തായാലും കോൺഗ്രസിനുള്ളിൽ തന്നെ ശശി തരൂരിനെതിരായ നീക്കങ്ങൾ നടന്നു വരികയാണ്. ഇതോടെ ശശി തരൂർ കോൺഗ്രസ് വിടുമെന്നും BJP-യിലേക്ക് ചായ്വുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിർണായകമായ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നത്.